പി വി അൻവർ ചെറിയ മീനൊന്നുമല്ല, നൊത്തോലി ചെറിയ മീനല്ല എന്ന് പറയുന്നത് പോലെ പി വി അൻവറിനെ അങ്ങനെ പെട്ടെന്ന് തളയ്ക്കാനും കഴിയില്ല. പി വി അൻവർ എന്തുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസിൽ പോയത്? ആദ്യം DMK-യുമായി സഖ്യമുണ്ടാക്കാൻ ശ്രമിച്ചു, പിന്നീട് കോൺഗ്രസിലോ മുസ്ലിം ലീഗിലോ ചേരാൻ ശ്രമിച്ചു. എങ്ങനെയെങ്കിലും UDF പ്രവേശനം സാധ്യമാകണമെന്ന ആഗ്രഹത്തിൽ പി വി അൻവർ കുറേ ഓടി നടന്നു. നേരത്തെ തന്നെ ഡൽഹിയിലെത്തി തൃണമൂലിൻ്റെ നേതാക്കളെ അദ്ദേഹം സന്ദർശിച്ചിരുന്നു എന്നത് വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിനെ തിരഞ്ഞെടുത്തത്? ഒന്ന്, ഇന്ത്യ സഖ്യത്തിലെ പ്രബല കക്ഷിയാണ് തൃണമൂൽ കോൺഗ്രസ്. പോരാത്തതിന് മമതാ ബാനർജിയുടെ ഒറ്റയാൾ പോരാട്ടം രാജ്യത്താകമാനം ശ്രദ്ധ നേടുന്ന ഒന്നാണ്. കേരളത്തിലും മമതാ ബാനർജിക്ക് ഒത്തിരി ആരാധകരും അണികളും ഉണ്ട് എന്ന സത്യം പി വി അൻവറിന് അറിയാം. കോൺഗ്രസിനെയും അതുപോലെ തന്നെ CPM-നെയും എതിർത്ത് മുന്നേറാനുള്ള ശക്തിയും മമതാ ബാനർജിക്ക് ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ടാണ് മമതാ ബാനർജിയുടെ പാർട്ടിയിൽ പി വി അൻവർ ചെന്ന് ലയിക്കുന്നത്. പി വി അൻവർ ഇപ്പോൾ എന്താണ് അത് വേറൊരു നിയമവശം കൂടി പി വി അൻവർ കൃത്യമായി പാലിച്ചു. അതെന്താണ് എന്ന് ചോദിച്ചാൽ, പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ഔദ്യോഗികമായ അംഗത്വം സ്വീകരിച്ചിട്ടില്ല. പാർട്ടിയുടെ സംസ്ഥാന കോർഡിനേറ്ററായി കേരളത്തിൽ ചുമതലയേൽക്കുകയും കേരളത്തിൽ 14 ജില്ലകളിലും പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. അതാണ് പി വി അൻവറിൻ്റെ ലക്ഷ്യം. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പി വി അൻവറിൻ്റെ ചില തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളും കേരളത്തിൽ മത്സരിക്കും. കേരളത്തിൽ മത്സരിച്ച് ഏതെങ്കിലുമൊക്കെ പഞ്ചായത്തിൽ അവർ വിജയിക്കുകയും ചെയ്യും. അതിന് തർക്കമൊന്നുമില്ല. പി വി അൻവർ കരുതുന്നത് ഇലക്ഷൻ അടുക്കാറാകുമ്പോൾ, അതായത് നിയമസഭാ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം എടുക്കുക, തൃണമൂൽ കോൺഗ്രസിലൂടെ UDF-ൽ കയറിയ ശേഷം ഒരു നിലമ്പൂർ സീറ്റിന് പുറമെ മറ്റൊരു സീറ്റ് കൂടി ആവശ്യപ്പെടും. നിലമ്പൂരോ തവനൂരോ അല്ലാതെ തന്നെ വേറൊരു സീറ്റ് കൂടി പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ പേരിൽ ആവശ്യപ്പെടും. അങ്ങനെ ഒരാൾ സ്വതന്ത്രനെന്ന ഒറ്റയാൾ പോരാട്ടത്തിന് പകരം മറ്റൊരു സീറ്റ് കൂടി കരസ്ഥമാക്കുകയാണ് ഇപ്പോൾ പി വി അൻവറിൻ്റെ ലക്ഷ്യം. ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും മന്ത്രിസ്ഥാനവും പി വി അൻവർ ആവശ്യപ്പെടും തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാനറിൽ തന്നെ. കാരണം തൃണമൂൽ കോൺഗ്രസിന് അത്രമാത്രം ശക്തിയുണ്ട്, വാദിക്കാനുള്ള കഴിവുമുണ്ട്. മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് മമതാ ബാനർജി ഈ മാസം അവസാനം തന്നെ കേരളത്തിലെത്തി ഒരു പൊതുസമ്മേളനം നടത്തുകയും ചെയ്യുമെന്ന് പി വി അൻവർ തന്നെ പറയുന്നു. ജനുവരി അവസാനം മലപ്പുറത്തോ കോഴിക്കോടോ വെച്ച് മമതാ ബാനർജിയുടെ പൊതുപരിപാടി ഉണ്ടാകും, പൊതുസമ്മേളനം ഉണ്ടാകും. അതൊക്കെ വരുമ്പോൾ തീർച്ചയായും കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു മുഖം കൂടി വ്യക്തമാവുകയാണ്. ഒന്ന്, ഇതുവരെ ഇല്ലാതിരുന്ന ഒരു വലിയ നേതാവ്, ദേശീയ നേതാവ് കേരളത്തിലേക്ക് വരുന്നു. ഒന്ന്, അരവിന്ദ് കെജ്രിവാളൊക്കെ ഉണ്ടെങ്കിൽ പോലും മമതാ ബാനർജിയുടെ സാന്നിധ്യവും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും. ഇടത് ഫാസിസ്റ്റ് വിരുദ്ധ ചേരിക്കാണ് മമതാ ബാനർജി എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത്, ഇടത് ഫാസിസ്റ്റ് വിരുദ്ധ ചേരി. അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇടത് ബന്ധം ഉപേക്ഷിച്ച് വലതുപാളയത്തിലെത്തിയ പി വി അൻവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ജയിലിൽ വാസം അനുഭവിക്കുകയും അതൊക്കെ തന്നെ പി വി അൻവറിന് കിട്ടിയ നക്ഷത്രങ്ങളാണ്, സ്റ്റാറുകളാണ്. അതൊക്കെ ഈ ഇടത് സർക്കാർ അദ്ദേഹത്തിന് കൊടുത്ത ബോണസായി മാത്രമാണ്, ബോണസ് എന്ന് മാത്രമേ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും മൈലേജ് കിട്ടില്ലായിരുന്നു. ഈ വന്യജീവി പ്രശ്നത്തിൽ കർഷകർക്കൊപ്പം നിന്ന് പോരാടിയതിൻ്റെ പേരിലാണ് തന്നെ ജയിലിലടച്ചത് എന്ന ഒരു സന്ദേശം ദേശീയ തലത്തിൽ തൃണമൂൽ കോൺഗ്രസിൽ എത്തിക്കാൻ പി വി അൻവറിന് കഴിഞ്ഞു എന്നത് മറ്റൊരു വിജയമാണ്. തീർച്ചയായും തൃണമൂൽ കോൺഗ്രസ് ബന്ധം പി വി അൻവറിനെ നേരത്തെ വന്ന വാർത്തകൾ പോലെ ഇദ്ദേഹത്തെ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കും, തൃണമൂൽ കോൺഗ്രസ് ചേർന്നതിന് അദ്ദേഹത്തോട് കാരണം ചോദിക്കും, പിന്നെ MLA സ്ഥാനം നഷ്ടമാകും എന്നൊക്കെ ഇടത് ചേരികളിൽ നിന്ന് വരുന്ന പ്രചരണമൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് പി വി അൻവർ. കാരണം ഇതാണ്, അദ്ദേഹം പാർട്ടിയിൽ ഔദ്യോഗിക മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കൂറുമാറ്റ നിയമം സ്വതന്ത്രന് ബാധകമല്ല. സ്വതന്ത്ര MLA ആയി ജയിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേർന്നാൽ അത് കൂറുമാറ്റ നിയമത്തിൻ്റെ പരിധിയിൽ വരും. അതുകൊണ്ടാണ് പാർട്ടിയിൽ ചേരാതെ പാർട്ടിയുടെ സംസ്ഥാന കോർഡിനേറ്റർ, അത് പാർട്ടിയുടെ ഔദ്യോഗിക അംഗത്വം ഇല്ലാതെ തന്നെ കോർഡിനേറ്റർ പദവിയിൽ ഇരുന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്തിയ ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാനറിൽ തന്നെ UDF-ൽ മുന്നണിയുടെ ഭാഗമായി ഒന്നിലധികം സീറ്റ് ആവശ്യപ്പെട്ട് അവിടെ വിജയിച്ച് കയറി മന്ത്രിയാവുകയാണ് പി വി അൻവറിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഏതായാലും പി വി അൻവറിൻ്റെ ചടുലമായ നീക്കം ഇടത് ക്യാമ്പുകളെ ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട്. ബ്രോ, വെയിറ്റ് കൂട്ടിയിട്ട് റെപ്സ് കുറയ്ക്കണം, എന്നാലേ മാസ് കയറുള്ളൂ. അത് മാത്രം പോരാ, മിനിമം ഒരു 4 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. ഫിറ്റ്നസിനെ കുറിച്ച് പറയാൻ പല എക്സ്പെർട്സും ഉണ്ട്, പക്ഷെ ഡിജിറ്റൽ എക്സ്പെർട്ട് ഒന്നേ ഉള്ളൂ. ഗ്രേറ്റ് ബ്രാൻഡ്സ്, അമേസിംഗ് ഓഫേഴ്സ്, എക്സ്പെർട്ട് സർവീസ്. Oxygen, the digital expert.